ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. ഒരുപാട് കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് 2023 ഗേറ്റ് എക്സാമിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബിസി ആയിപ്പോയി. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വർക്ക് ലോഡും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യാൻ വളരെ സമയം കുറവായിരുന്നു. എന്ന് എന്തായാലും ഒരു 1 മന്ത് സമയം നമുക്ക് ഗേറ്റ് എക്സാമിനുണ്ട്. 2023 ഗേറ്റ് എക്സാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ 9-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ 8-ാം തീയതി നൈറ്റോട് കൂടി തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും. അപ്പോൾ എവിടെയാണ് സെൻറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് ഏത് സമയമാണ് ഏത് ദിവസമാണ് നമ്മുടെ എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി പഠിക്കാൻ ഈ ലാസ്റ്റ് 1 മന്ത് ഉള്ളൂ. ഇനി പഠിക്കാന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള സമയം ഇനിയില്ല. ഒരു മാസം കൊണ്ട് പഠിച്ചാൽ തീരുന്ന ഒരു എക്സാം അല്ല ഗേറ്റ് എക്സാം. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഫൈനൽ റിവിഷനും മോക്ക് എക്സാമുകളും എഴുതാനുള്ള ഒരു സമയമാണ് ഈ ഒരു 1 മന്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ പഠിച്ചോ അത്രത്തോളം മതി. ഇനി നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് എക്സാമുകൾ എഴുതുക. മോക്ക് എക്സാമ്പിൾ ഫ്രീ ആയിട്ട് മോക്ക് എക്സാമ്പിൾ കിട്ടുന്ന പല സൈറ്റുകളുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ IIT കാൻപൂരിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് എഴുതി നോക്കുക. അത് ഫുൾ ലെങ്ത് എഴുതുന്ന സമയത്ത് 3 മണിക്കൂറാണെങ്കിൽ ആ 3 മണിക്കൂർ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്ത് എഴുതാൻ നോക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയായിരിക്കും എഴുതേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫെമിലൈസ് ആവുന്ന രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുത്ത് ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു ഫംഗ്ഷൻ അല്ല ഈ ഗേറ്റ് കാൽക്കുലേറ്ററിൻ്റെ ഓൺലൈൻ കാൽക്കുലേറ്ററിൽ വരുന്നത്. വെർച്വൽ കാൽക്കുലേറ്ററാണ് വരുന്നത്. സ്ക്രീനിനകത്ത് തന്നെ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സൈറ്റിൽ കയറുക, എന്നിട്ട് മോക്ക് എക്സാം എന്നുള്ള പോർഷനിൽ എടുത്തിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക മോക്ക് എക്സാമുകൾ. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഗേറ്റ് എക്സാമിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തവരോടാണ്. കാരണം ഈ ഒരു എക്സാം ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള എക്സാമാണ്. സിമ്പിളായിട്ട് പാസ്സായി പോകുന്ന ഒരു എക്സാം അല്ല. കാരണം നിങ്ങൾ 4 ഇയർ പഠിച്ചതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ടോപ്പിക്കുകളും ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറാണ്. ഒരു 70% മാർക്കും പ്രോബ്ലംസ് ആയിരിക്കും അധികം ചോദിക്കുക. നിങ്ങൾക്ക് ആ ഒരു സെക്ടർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 65 ക്വസ്റ്റ്യൻ 100 മാർക്ക് 3 മണിക്കൂർ. 65 ക്വസ്റ്റ്യൻ 3 മണിക്കൂർ എടുത്ത് എഴുതണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം ചിന്തിക്കുക. കാരണം ബാലൻസ്ഡ് ആയിട്ടായിരിക്കും പേപ്പർ ഉണ്ടാവുക. കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പവും കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫും ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് തന്നെ ഒരു 10 ക്വസ്റ്റ്യൻസോളം അത്യാവശ്യം നല്ല ഹയർ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗേറ്റ് എക്സാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഒരു 32-35 മാർക്കുകളായിരിക്കും. അത് ചില ഡിപ്പാർട്ട്മെൻറ്റിൽ 25 ഒക്കെ ആവാറുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് 100-ൽ ആ മാർക്ക് വാങ്ങാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കൊണ്ട് പറ്റും. ഓക്കെ, അതായത് അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ആപ്റ്റിറ്റ്യൂഡ് സെക്ഷനും ഇംഗ്ലീഷ് സെക്ഷനും ഒക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 15 മാർക്കിൽ 10 മാർക്ക് സ്കോർ ചെയ്യുക. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് കോർ സബ്ജക്റ്റിൽ 72 മാർക്കിൽ ഒരു 20 മാർക്ക് കൂടി നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 35 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് കിട്ടാൻ കാരണം അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ MTech പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോട് കൂടി ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചോ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാൻ പറ്റും. ഗേറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാസം 12,400 രൂപ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെച്ചം എന്ന് പറയുന്നത്. അതായത് ഗേറ്റ് ക്വാളിഫൈഡ് ആയാലും ഇനി ഹയർ റാങ്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഹൈ പെയ്ഡ് സാലറികൾ, അതായത് ഒരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ സാലറി വരുന്നത് പെർ മന്ത് 1 ലക്ഷം 2 ലക്ഷം സാലറി വരുന്ന രീതിയിലുള്ള കമ്പനീസ് ഒക്കെ ഉണ്ട്. ONGC, IOCL, BPCL അങ്ങനെ പറഞ്ഞ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്, എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പോൾ അതിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ടോപ്പ് റാങ്കിന് വാങ്ങും. അതിന് കറക്റ്റ് നല്ലൊരു പ്രിപ്പറേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ഇയർ 2024 എക്സാം നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങും. IIT അല്ല അടുത്ത വർഷം നടത്തുന്നത്. അത് ഞാൻ പറയാൻ പറ്റും. കാരണം IISc ബാംഗ്ലൂരാണ് നടത്തുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IISc ബാംഗ്ലൂർ. ടെക്നിക്കൽ സെഷനിൽ സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IISc ബാംഗ്ലൂർ എന്നത്. അപ്പം IISc ബാംഗ്ലൂർ നടത്തുന്ന എക്സാം ആയതുകൊണ്ട് അതിനുള്ള ടഫ്നെസ്സും കാര്യങ്ങളും കുറച്ചുകൂടി അധികം പ്രതീക്ഷിക്കുക ബാക്കിയുള്ള IITs നടത്തുന്നതിനേക്കാൾ. അതുപോലെ നല്ല പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ നടത്താം. ഓൾറെഡി കോഴ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ എൻട്രി അവൈലബിൾ ആണെന്ന് ഞാൻ പറയാറുണ്ട്. എല്ലാ വീഡിയോസും കാര്യങ്ങളും നമ്മൾ അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 ഇയർ ടൈം എടുത്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾ ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ താഴെ ഞാൻ ഡിസ്കഷനിൽ ഫോം കൊടുക്കാം. നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CGPA അനുസരിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആകുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഹയർ CGPA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും 60% വരെ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ ഗേറ്റ് കോഴ്സിനകത്ത്. ഓക്കെ, അല്ലാത്തവർക്കും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു 1 മന്ത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കുക. ഇനി പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ എന്തായാലും എക്സാം എഴുതണം. കാരണം എക്സാം എങ്ങനെയാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം 1,700 രൂപയോളം പേ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈവൻ ഈ വർഷം പോയിട്ടില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ
പ്രിപ്പറേഷൻ കോസ്റ്റ് വരുന്നത് നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ എംടെക് പഠിക്കാൻ പോകുന്ന സമയത്ത് 12,400 രൂപ സ്റ്റൈപ്പൻഡ് ഒരു മാസം കൊണ്ട് കിട്ടും. അത്ര രൂപ പോലും വരില്ല നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ പ്രിപ്പറേഷന്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങും. ഓക്കെ, പ്രോപ്പറായിട്ട് 2024 കോഴ്സ് വേണോ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് സമയത്തേക്ക് മാത്രം ഈ 2023 കോഴ്സ് എടുത്തിട്ട് കാര്യമില്ല. 2024 കോഴ്സ് എടുക്കുന്ന സമയത്ത് എന്തായാലും 2023 കോഴ്സ് ഓൾറെഡി നിങ്ങൾ പർച്ചേസ്ഡ് ആണ്. ഒരു വർഷത്തേക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് നോക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പാരലായിട്ട് ഇതും കൂടി നോക്കുക. കാരണം ഇതുകൊണ്ടുള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഗേറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ മന്ത് 12,400 രൂപ കിട്ടും. ഏകദേശം ആ ഒരു എമൗണ്ട് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി നിങ്ങൾ 1 ഇയർ കോഴ്സ് പർച്ചേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ഗൈഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് എക്സാമുകളോ ടെക്നിക്കൽ സെക്ഷനിൽ എന്ത് ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് കണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം. സച്ചിൻ സൈനിങ് ഓഫ്.